തിരഞ്ഞെടുപ്പ് പാരഡി ഗാനത്തിൽ പരാതിക്കാരന്റെ മൊഴിയെടുക്കും. റാന്നി സ്വദേശി പ്രസാദ് കുഴിക്കാലയുടെ മൊഴിയാണ് അന്വേഷണ സംഘം രേഖപ്പെടുത്തുക. കെ അഭിലാലുണ്ട് വിശദാംശങ്ങളുമായി. അഭിലാൽ, ഗുഡ് മോർണിംഗ്. പാരഡി ഗാനം അങ്ങനെ കത്തിക്കയറിക്കൊണ്ടിരിക്കുന്നു, വിവാദമായിക്കൊണ്ടിരിക്കുന്നു. അത് എഴുതിയ ആളിന്റെ മൊഴിയെടുക്കുമല്ലോ, എപ്പോഴാണിത്? 3 പേരെ പ്രതി ചേർത്തിട്ടുള്ള കേസിന്റെ അന്വേഷണം തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസാണ്. പരാതിക്കാരൻ എന്ന നിലയിൽ തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുടെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള പ്രസാദ് കുഴിക്കാലയെ അന്വേഷണ സംഘങ്ങൾ ഇന്നലെ ബന്ധപ്പെട്ടിരുന്നു. ഏറ്റവും അടുത്ത ദിവസം ഹാജരാകാൻ കഴിയുമോ അതിനുള്ള സാധ്യത തേടിയായിരുന്നു വിളി. എന്നാൽ മുൻ നിശ്ചയിച്ച 2 യാത്രകൾ, ഒന്ന് കായംകുളത്തും മറ്റൊന്ന് എറണാകുളത്തുമാണ് എന്നതിനാൽ അദ്ദേഹം സാവകാശം തേടിയിരിക്കുകയാണ്. നാളെ എറണാകുളത്തെ യാത്ര ഒഴിവാക്കാൻ സാധിച്ചാൽ നാളെ തന്നെ തിരുവനന്തപുരത്ത് എത്തും. അതല്ലെങ്കിൽ ശനിയാഴ്ച നേരിട്ട് എത്തി മൊഴി നൽകാമെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. തന്റെ പരാതിക്ക് പിന്നിൽ രാഷ്ട്രീയ ഉദ്ദേശമില്ല. ശബരിമല ഭക്തൻ എന്നുള്ള നിലയിൽ തന്റെ മനസ്സിൽ തോന്നിയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് DGPക്ക് പരാതി നൽകുകയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം ആദ്യകഥയിൽ തന്നെ വിശദീകരിക്കുന്നത്. എന്നാൽ റാന്നി മന്ദിരപ്പടി സ്വദേശിയായിട്ടുള്ള ഇദ്ദേഹം CPM ജില്ലാ സെക്രട്ടറിയുടെ നാട്ടുകാരൻ കൂടിയാണ്. അതിനാൽ ഈ പരാതിക്ക് പിന്നിൽ ചില CPM ബന്ധമുണ്ടോ എന്ന് വലത് കക്ഷികളും അതോടൊപ്പം തന്നെ NDAയുടെ പ്രതിനിധികളുമൊക്കെ തന്നെ ആശങ്ക പങ്കുവെക്കുന്നുണ്ട്. ഇതിനെ വളരെ വേഗത്തിൽ തന്നെ CPM ഈ വിഷയത്തെ ഏറ്റുപിടിച്ചതിന് പിന്നിൽ ചില സംശയങ്ങൾ കൂടി അവർ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, കെ അഭിലാലാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. മൊഴി എടുക്കുകയാണെന്ന് പ്രസാദ് കുഴിക്കാലയുടെ മൊഴിയാണ് അന്വേഷണ സംഘം രേഖപ്പെടുത്തുക. പാരഡി ഗാനം എഴുതിയതുമായി ബന്ധപ്പെട്ട്.